ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അപ്പോൾ നമ്മളിതാ വീണ്ടും ഒരു ട്രിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ചുരത്തിലാണുള്ളത്. നല്ല ബ്ലോക്കാണ്. സമയം ഏകദേശം ഒരു 8:30 ഉണ്ടാവും. നമ്മൾ 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. നമ്മൾ കുറേ നേരമായി ചുരത്തിലിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേലെത്തണമെങ്കിൽ. അപ്പം നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണ് അതിനുമ്മ? അതിനുമ്പോ ബാംഗ്ലൂരി എന്നാണ് പറയാ. അപ്പൊ നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. നമ്മൾ ഏകദേശം ഒരു കുറച്ചൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വൈക്കിങ്ങളെ കാണിച്ചു തരാം. ചുരം കയറി മേലെത്തുമ്പോൾ പിന്നെ ഈ ഒരു കോടമഞ്ഞ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് വയനാട് ചുരം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കോടമഞ്ഞാണ് ആദ്യം മനസ്സിലേക്ക് വരിക. ഏതായാലും ഒന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടേനു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കമ്പളക്കാടാണ് കേട്ടോ നിർത്തിയുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ഒരു 2-3 വെറൈറ്റി ഫ്രൈഡ് റൈസാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇനി എങ്ങനെയൊക്കെ പോകണം, ഇതിലൊക്കെ പോകണം എന്നൊക്കെയുള്ള ചർച്ചയിലാണ്. എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര? അതിന് നമുക്ക് വ്ളോഗിൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെന്തെങ്കിലും ചോദിച്ചവൾ എന്തൊക്കെയോ ആണ് പറയുക. അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിക്ക് ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മാനന്തവാടി കുട്ട വഴിയാണ് പോകുന്നത്. തോൽപ്പെട്ടിയിൽ നിന്നെങ്ങാനുമാണ് നമ്മൾ ആ ഒരു പോത്തിനെ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂരും തൊട്ട മുമ്പ് എവിടെയാണ്. പിന്നെ നമ്മൾ അവിടെ റൂം എടുത്ത് നിന്ന്. അപ്പോൾ രാത്രി ഒരു ഉറക്കമൂടിലായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ നേരത്തെ എന്നിട്ട് എടുത്ത വീഡിയോ ആണ്. ഇതാ രാവിലായി. നമ്മൾ ഇന്നലെ മൈസൂർ രാത്രി റൂം എടുത്ത് നിന്നായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ നിന്ന റൂമിൻ്റെ ഹോട്ടൽ തന്നെയാണിത്. അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ ഒരുങ്ങി കഴിയുന്നതിനനുസരിച്ച് വരികയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഈ ഒരു ടൈമായി. അപ്പോൾ നമ്മളിത് അവിടെ വന്ന് ഫുഡിനൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട്. എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ നെയ്റോസ്റ്റ് തന്നെയാണ് കേട്ടോ പറഞ്ഞുള്ളത്. നെയ്റോസ്റ്റ് ആണല്ലോ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനുമ്മൻ്റെ നെയ്റോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളൊരു ട്രിപ്പിന് ആരൊക്കെയാണ് പോയിരുന്നതെന്നൊക്കെ പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടുകാർ തന്നെയാണ് കേട്ടോ പോയിരുന്നത്. അളിയന്മാരുണ്ട്. ചെറിയ അളിയനും കാക്കയും ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരുമിച്ച് നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഉമ്മയുണ്ട്, ഉമ്മേമ്മൻ്റെ സിസ്റ്റർ ഉണ്ട്, പിന്നെ നാത്തൂമാരും കുട്ടികളും ഞങ്ങൾ തന്നെ. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ എങ്ങോട്ടാണ് ഷാലു പോകുന്നത്? പറയൂ ആരാ പറയുന്നത്? ബണ്ണാർഘട്ട നാഷണൽ പാർക്ക്. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങോട്ടേക്കാണ് കേട്ടോ. എന്നെ എനിക്ക് ഭയങ്കര വെയിലത്താണ്. വെയിലല്ലേ വെയില്. ബണ്ണാർഘട്ട പറഞ്ഞപ്പം വെയിലായി പോയി. അതിനുമ്മ ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പിയാണോ? നല്ല ബ്ലോക്കാണ് രാവിലെ തന്നെ. അപ്പം ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തതും മാങ്ങ കട്ട് ചെയ്തതൊക്കെ നമ്മൾ ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ ഇന്നലെ അതൊന്നും രാത്രിയല്ലേ കഴിക്കാനുള്ളൊരു മൂഡില്ലേനും. അപ്പോൾ ഇന്ന് അത് കഴിക്കാനുള്ളൊക്കെ ഒരു മൂഡാണ്. പിന്നെ നമ്മൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഇനി നല്ല അടിപൊളി റോഡാണ്. ഈ ഒരു റോഡാണ് നമ്മൾ ബാംഗ്ലൂർക്ക് വീണ്ടും കൊണ്ടുവരാനുള്ളൊരു കാര്യം കേട്ടോ. കാരണം ഈ റോഡിന് പിന്നെ എന്താ പറയുക ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളത് ഭയങ്കര രസമാണ്. പക്ഷേ ഇവിടേക്കൊന്ന് എത്തണമെങ്കിലുള്ള ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കകകാണെങ്കിൽ ട്രാഫിക് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യമാണ്. നമ്മളെന്തോ നിർബന്ധിച്ച് കൊണ്ടുവന്ന പോലെയാണ് പിന്നെ മൂപ്പരൊരു ഇരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഹൈവേ കയറി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കര ബോറടിക്കൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. പിന്നെ 2 സൈഡിലും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ആ ഒരു പാറയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഈ ഒരു വഴിക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക രസമാണ് പോകുന്നത്. പിന്നെ നമ്മൾ കുറേ അവിടെ എത്തിയപ്പോൾ എവിടെയോ ഒന്നിങ്ങനെ നിർത്തി വെള്ളവും കുറച്ച് ലേസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ഓരോ ചെറിയ ട്രാൻസാക്ഷൻ എടുക്കണ്ട.
അങ്ങനെ നമ്മളിതാ വെണ്ണാർഘട്ട നാഷണൽ പാർക്കിലെത്തി. സോറി, വെണ്ണാർഘട്ടല്ല, ബെണ്ണാർഘട്ട. അങ്ങനെ വെണ്ണാർഘട്ട എന്ന് പറഞ്ഞ് അങ്ങനെ ശീലമായി. അതിലിപ്പോൾ ഞങ്ങൾ ഷാലു നമ്മളിതിന് മുന്നേ വന്നത്, ഞാൻ ഷാലു മീനു. അതെ, 10 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വെണ്ണാർഘട്ട നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ കൂടുതൽ കുറച്ച് ആൾക്കാർ. പിന്നെ വരുന്നു. അപ്പം ഞങ്ങളിതാ 10 കൊല്ലത്തിന് ശേഷം വീണ്ടും വരികയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നല്ല രസമാണ്. അവിടെയുള്ള ജംഗിൾ സഫാരി നല്ല അടിപൊളിയാണ്. നമുക്ക് ആ സിംഹത്തിനെയും കടുവനെയും ഇങ്ങനെ കണ്ടിങ്ങനെ പോവാം. നല്ല വെയിലും നല്ല ചൂടും. അല്ല ഓള് ക്രീം എടുത്ത്. ഇനി വേറെ കളർ എടുത്തോ? റോസും ഒക്കെ അങ്ങനെ ഉണ്ട്. അല്ലേ ക്രീം തന്നെ എടുത്തോ? അപ്പോൾ ഈ കാണുന്നുണ്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ജംഗിൾ സഫാരിൻ്റെ ടിക്കറ്റാണ് എടുക്കുന്നത്. അതിന് ഒരു 350 ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ചെറിയ മോളെ ടിക്കറ്റ് കാണിക്കും. നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞതാ. അളിയൻ ടിക്കറ്റ് കാണിക്കുന്നത്. ജംഗിൾ സഫാരിൻ്റെ ടിക്കറ്റ്. ബെണ്ണാർഘട്ട നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലുള്ള രാമനഗര ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ ബാംഗ്ലൂർ റോഡൊക്കെ കയറുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന സ്ഥലം തന്നെ. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഉൾവശം തന്നെ ബസ് സ്റ്റാൻഡാണ്. നമുക്ക് അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുകയും ചെയ്യാം. നമ്മൾ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ വേറെ പാർക്കിങ്ങിനുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ഈ ഒരു നാഷണൽ പാർക്ക് ഉണ്ടാവില്ല. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചൊവ്വ അല്ലാത്ത ദിവസങ്ങളിൽ വന്നാൽ മതി. ഏത് ദിവസം വന്നാലും ഇവിടെ നല്ല തിരക്കാട്ടോ. ഇതിന് മുമ്പ് നമ്മളൊരു വട്ടം വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ തിരക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഒരു 9:30 സമയമൊക്കെ ആകുമ്പോൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. നമ്മൾ ഏകദേശം ഒരു 11:30-12 മണി ആ ഒരു ടൈമിലാണ് എത്തിയുള്ളത്. അപ്പോൾ നമുക്ക് ജംഗിൾ സഫാരിക്ക് പോകാനുള്ള ടൈം ആയിട്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബെണ്ണാർഘട്ട നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ആദ്യം ബെണ്ണാർഘട്ട ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ അത് 1974 ബെണ്ണാർഘട്ട നാഷണൽ പാർക്കായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഇതുപോലെ ടൂറിസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു നാഷണൽ പാർക്കായിട്ട് അങ്ങനെ കിടക്കുന്നു. അതിനുശേഷം 2002 ഇത് ഒരു സുവോളജിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ഇതേപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ള നാഷണൽ പാർക്കുകളിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ കാണുന്ന ആനിമൽസൊക്കെ ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്നതും അവിടെ തന്നെ ജീവിക്കുന്നതുമാണ്. പക്ഷെ നമ്മൾ ഈ ബെണ്ണാർഘട്ട എന്ന് പറയുന്നത് ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. മറ്റുള്ള ഫോറസ്റ്റിലൊക്കെ ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള ആനിമൽസിനൊക്കെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ജംഗിൾ സഫാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ നമ്മളൊരു കുളമാണോ പുഴയാണോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ആനിമൽസിന് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എന്തൊരു സംഭവമാണ്, അതാണ് കാണുക. പിന്നെ നമ്മൾ ഏത് ഫോറസ്റ്റിൽ പോകുമ്പോഴും ആദ്യം കാണൽ മാനാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ കയറുന്ന സ്ഥലം തന്നെ മാനുകളാണ്. മാനും മ്ലാവും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചൊരു മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആനേനെയൊക്കെ നിർത്തിയുള്ള സ്ഥലം കാണാം. വലിയൊരു പുഴ പോലെ ഉണ്ട് അവിടെ. അതിൻ്റെ സൈഡിൽ ഫുൾ ആനകളാണ്. ആളുകളും അവിടെ ഇറങ്ങി ആനനെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം കേട്ടോ. നമുക്കിവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. നമ്മളെ ബസ്സിന് തന്നെ ഫുൾ ഇങ്ങനെ ഗ്രില്ലിട്ടിട്ടുണ്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഫോക്കസ് ചെയ്യാൻ ഇങ്ങോട്ട് ശരിക്കും പറ്റൂല. കുറച്ച് റിസ്ക്കാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനനെയും മാനിനെയൊക്കെ കണ്ടിട്ട് നമ്മളിനി കാട്ടിലെ ശരിക്കുള്ള ഭീകരന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇവരിട്ടിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ട് വലിയ മതിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നല്ല ശരിക്കൊരു കാട് സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പുള്ളിപ്പുലിനാണ് കണ്ടത്. അവരൊക്കെ എന്തോ ഫുഡ് കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കലാണ്. പിന്നെയാണ് നമ്മൾ കാട്ടിലെ രാജാവായ സിംഹത്തിനെ കണ്ടത്. അപ്പം ഇത് പെൺസിംഹങ്ങളാണ് കേട്ടോ. പിന്നെ കടുവനെ കണ്ട്. കടുവയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലുപ്പം നമ്മൾ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നേരിട്ട് ഇതൊക്കെ ഭയങ്കര സൈസ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിനേക്കാളൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു ഈ ആൺസിംഹങ്ങളെ കാണുമ്പോഴാണ് കേട്ടോ. ശരിക്കും കാട്ടിലെ രാജാവ് സിംഹമാണ് പറയുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം ഒരു നടപ്പും എടുപ്പും മൊത്തത്തിലൊരു ഓറയാണ് സിംഹത്തിൻ്റെ ചുറ്റിനും ഉണ്ടാകുക. അപ്പം ഏതായാലും നല്ല അടിപൊളിയാണ്. ഈ ഒരു ജംഗിൾ സഫാരി നമുക്ക് മുതലാവട്ടോ പോയിട്ടുണ്ടെങ്കിൽ.
പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വേറെ പാമ്പുകളും പക്ഷികളൊക്കെ ഉള്ള നമ്മുടെ മൈസൂരൊക്കെ ഉള്ള പോലത്തെ സൂ ഉണ്ട്. പക്ഷേ അവിടെയൊന്നും നമ്മൾ പോയില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ടയേർഡായിട്ടുണ്ട്. നമ്മളതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെയൊക്കെ പോയതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് പോകാനുള്ളൊരു മൂഡും ഉണ്ടായില്ല. നമ്മൾ ജംഗിൾ സഫാരി കണ്ട് പിന്നെ നേരെ ഇറങ്ങുകയാണോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.